ഹലോ എവരി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ നിന്ന് PSC ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ മെക്കാനിസം പ്രൊവൈഡഡ് ഫോർ ദ റിലേറ്റീവ് മൂവ്മെൻറ്റ് ആൻഡ് ടോർക്ക് ടു ദ റിയർ വീൽസ് ഓഫ് എ വെഹിക്കിൾ വിച്ച് ടേക്കിംഗ് എ ടേൺ ഈസ്. ഓപ്ഷൻ എ ക്ലച്ച്, ഓപ്ഷൻ ബി ഡിഫറൻഷ്യൽ, ഓപ്ഷൻ സി പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഓപ്ഷൻ ഡി റിയർ ആക്സിൽ. വെഹിക്കിൾസ് ടേൺ ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ട് റിയർ വീൽസും രണ്ട് ഡിഫറെൻറ്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുക. ഈ റിലേറ്റീവ് മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഓട്ടോമൊബൈലിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മെക്കാനിസം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി ഡിഫറൻഷ്യൽ. വെഹിക്കിൾസ് ടേൺ ചെയ്യുമ്പോൾ വീലിൻ്റെ റിലേറ്റീവ് മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ മെക്കാനിസമാണ്. ഇനി ഡിഫറൻഷ്യൽ മെക്കാനിസം എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, ഒരു വെഹിക്കിൾ ടേൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ടർ വീല് ഇന്നർ വീലിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ വെഹിക്കിളിന് സോളിഡ് റിയർ ആക്സിലാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ വീല് സ്കിഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഔട്ടർ റെയർ വീല് കൂടുതൽ സ്പീഡിലും ഇന്നർ റെയർ വീല് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ സ്പീഡിലും മൂവ് ചെയ്യണം. അതുപോലെ തന്നെ വെഹിക്കിൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് റെയർ വീലും ഒരേ സ്പീഡിൽ മൂവ് ചെയ്യണം. ഈ രണ്ട് ഫങ്ഷൻസും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെഹിക്കിൾസിൻ്റെ റിയർ ആക്സിലിൽ പ്രൊവൈഡ് ചെയ്യുന്ന മെക്കാനിസമാണ് ഡിഫറൻഷ്യൽ. ഈ ഡിഫറൻഷ്യൽ മെക്കാനിസത്തിൻ്റെ മെയിൻ ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ, ഒന്ന് റിയർ വീല് സ്കിഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. രണ്ടാമത്തത് ഇന്നർ റിയർ വീലിന് റെഡ്യൂസ്ഡ് സ്പീഡും ഔട്ടർ റിയർ വീലിന് ഗ്രേറ്റർ സ്പീഡും പ്രൊവൈഡ് ചെയ്യുക. മൂന്നാമത്തത് വെഹിക്കിൾ സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ രണ്ട് വീൽസും ഒരേ സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്യുക. നാലാമത്തെ ഈ സ്പ്ലിറ്റ് റെയർ ആക്സിൽസ് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കപ്ലിംഗ് ആയിട്ട് വർക്ക് ചെയ്യാം. ഇനി ഡിഫറൻഷ്യലിൻ്റെ പാർട്ടുകൾ നോക്കുകയാണെങ്കിൽ, ഫൈനൽ ഡ്രൈവിൽ നിന്നുള്ള ക്രൗൺ ഗിയർ ഡിഫറൻഷ്യൽ കേജുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഈ ക്രൗൺ ഗിയർ റെയർ ആക്സിൽ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും ഉണ്ടാവുക. ഡിഫറൻഷ്യൽ മെക്കാനിസത്തിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് 4 ബിവൽ ഗിയേഴ്സാണ്. അതിൽ ഈ കാണിച്ചിരിക്കുന്ന 2 സ്മോൾ ബിവൽ ഗിയേഴ്സിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ പിനിയൻ അല്ലെങ്കിൽ സ്പൈഡർ എന്ന് പറയുന്നത്. ഈ 2 പിനിയനെയും കണക്ട് ചെയ്തിട്ട് ഒരു ക്രോസ് പിന്നും ഉണ്ടാവും. ഇനി ഡിഫറൻഷ്യൽ പിനിയൻ ഗിയേഴ്സിനെ റിയർ ആക്സിലുമായിട്ട് കണക്ട് ചെയ്യുന്ന 2 ബിവൽ ഗിയേഴ്സിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ സൈഡ് ഗിയർ അല്ലെങ്കിൽ സൺ ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ മെക്കാനിസത്തിൽ വരുന്നത് 2 ഡിഫറൻഷ്യൽ പിനിയൻസ്, 2 ഡിഫറൻഷ്യൽ സൈഡ് ഗിയേഴ്സ് അല്ലെങ്കിൽ സൺ ഗിയേഴ്സ്, പിന്നെ ഈ പിനിയനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്രോസ് പിൻ, ഈ മെക്കാനിസത്തിനെ കവർ ചെയ്തിട്ടുള്ള ഡിഫറൻഷ്യൽ കേസ്. ഇത്രയാണ് ഡിഫറൻഷ്യൽ മെക്കാനിസത്തിൽ വരുന്നത്. ഇനി ഡിഫറൻഷ്യലിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെഹിക്കിൾ സ്ട്രെയിറ്റ് ലൈൻ മൂവ് ചെയ്യുമ്പോൾ ഈ ഡിഫറൻഷ്യൽ കേജും 4 ബിവൽ ഗിയേഴ്സും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതായത് ഈ 2 ഹാഫ് ഷാഫ്റ്റുകളും സെയിം സ്പീഡിലായിരിക്കും മൂവ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ 2 വീലും ഒരേ സ്പീഡിൽ മൂവ് ചെയ്യും. ഇനി നെക്സ്റ്റ് കേസ് വെഹിക്കിൾ ടേൺ ചെയ്യുമ്പോൾ, അപ്പോഴാണ് ഈ ഡിഫറൻഷ്യൽ ഗിയേഴ്സ് തമ്മിൽ റിലേറ്റീവ് മൂവ്മെൻറ്റ് വരുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഡിഫറൻഷ്യൽ കേജ് സ്റ്റേഷനറി ആണെന്ന് അസ്യൂം ചെയ്യുക. ഇനി ഈ ഏതെങ്കിലും ഒരു സൺ ഗിയർ ഒരു ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻഷ്യലിലെ ഗിയർ അറേഞ്ച്മെൻറ്റ് കാരണം നെക്സ്റ്റ് സൺ ഗിയർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. ഇതാണ് വെഹിക്കിൾസ് ടേൺ ചെയ്യുമ്പോൾ വെഹിക്കിൾസിൻ്റെ വീലുകൾ തമ്മിൽ റിലേറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാവാൻ കാരണം. ഇനി വെഹിക്കിൾ ഒരു ലെഫ്റ്റ് ടേൺ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ലെഫ്റ്റ് വീലിൻ്റെ സ്പീഡ് റെഡ്യൂസ് ആവും. വെഹിക്കിളിൻ്റെ ലെഫ്റ്റ് ആക്സിൽ കണക്ട് ചെയ്ത സൺ ഗിയറിൻ്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്യും. ഈ ഡിഫറൻഷ്യൽ അറേഞ്ച്മെൻറ്റ് കൊണ്ട് റൈറ്റ് ആക്സിൽ കണക്ട് ചെയ്ത സൺ ഗിയറിൻ്റെ സ്പീഡ് ഇൻക്രീസ് ആവും, അല്ലെങ്കിൽ റൈറ്റ് വീല് കൂടുതൽ സ്പീഡിൽ മൂവ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു ടേണിങ്ങിൽ ഡിഫറൻഷ്യൽ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് ആർ ദ സ്മോളസ്റ്റ് ഗിയേഴ്സ് ഇൻസൈഡ് ദ ഡിഫറൻഷ്യൽ മെക്കാനിസം. ഓപ്ഷൻ എ ബിവൽ ഗിയേഴ്സ്, ഓപ്ഷൻ ബി ക്രൗൺ വീൽ, ഓപ്ഷൻ സി പ്ലാനറ്റ് പിനിയൻ ഗിയേഴ്സ്, ഓപ്ഷൻ സി സൺ ഗിയേഴ്സ്. ഡിഫറൻഷ്യൽ പിനിയനാണ് ഡിഫറൻഷ്യൽ മെക്കാനിസത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് ഗിയർ. ആൻസർ ഓപ്ഷൻ സി പ്ലാനറ്റ് പിനിയൻ ഗിയേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഓൾ ദ ഗിയേഴ്സ് ഇൻ ഡിഫറൻഷ്യൽ ആർ. ഓപ്ഷൻ എ സ്പർ ഗിയർ, ഓപ്ഷൻ ബി ഹെലിക്കൽ ഗിയർ, ഓപ്ഷൻ സി ബിവൽ ഗിയർ, ഓപ്ഷൻ ഡി ഡബിൾ ഹെലിക്കൽ ഗിയർ. നമുക്കറിയാം
ഡിഫറൻഷ്യൽ മെക്കാനിസത്തിലെ എല്ലാ ഗിയേഴ്സും ബിവൽ ഗിയേഴ്സാണ്. ആൻസർ ഓപ്ഷൻ സി, ബിവൽ ഗിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്ലച്ച് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഗിയർ ബോക്സ് ആൻഡ് ദ ഡാഷ്. ഓപ്ഷൻ എ എൻജിൻ, ഓപ്ഷൻ ബി റിയർ ആക്സിൽ, ഓപ്ഷൻ സി പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഓപ്ഷൻ ഡി ഡിഫറൻഷ്യൽ. നമുക്കറിയാം ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ക്ലച്ചിൻ്റെ പൊസിഷൻ ഗിയർ ബോക്സിൻ്റെയും എൻജിൻ്റെയും ഇടയിലാണ്. ആൻസർ ഓപ്ഷൻ എ എൻജിൻ. ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ മെയിൻ കമ്പോണൻസ് ക്ലച്ച്, ഗിയർ ബോക്സ്, യൂണിവേഴ്സൽ ജോയിൻസ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഡ്രൈവ് ഷാഫ്റ്റ്, ഡിഫറൻഷ്യൽ ഗിയർ ബോക്സ്. ഇത്രയാണ് ഓട്ടോമൊബൈൽ മാനുവൽ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ മെയിൻ കമ്പോണൻസ്. ഓട്ടോമൊബൈലിൽ എൻജിനും റെസ്റ്റ് ഓഫ് ദ ട്രാൻസ്മിഷൻ സിസ്റ്റവും തമ്മിൽ എൻഗേജ് ചെയ്യാനും ഡിസെൻഗേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ക്ലച്ച് യൂസ് ചെയ്യുന്നത്. ടോർക്ക് വേരിയേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗിയർ ബോക്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ പവർ വീലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഡ്രൈവ് ഷാഫ്റ്റാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റുകൾ. ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെ ഗിയർ ബോക്സ് ആയിട്ടും ഫൈനൽ ഡ്രൈവ് ആയിട്ടും കണക്ട് ചെയ്യുന്നത് യൂണിവേഴ്സൽ ജോയിൻസുകൾ വെച്ചിട്ടാണ്. റിയർ വീലിൻ്റെ റിലേറ്റീവ് മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫറൻഷ്യൽ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ക്ലച്ച് സിസ്റ്റം. ഓപ്ഷൻ എ സൺ ഗിയർ, ഓപ്ഷൻ ബി പ്രഷർ പ്ലേറ്റ്, ഓപ്ഷൻ സി ക്ലച്ച് പ്ലേറ്റ്, ഓപ്ഷൻ ഡി ഫ്ലൈ വീൽ. ക്ലച്ച് സിസ്റ്റത്തിൻ്റെ ഭാഗമല്ലാത്തത് ആൻസർ ഓപ്ഷൻ എ സൺ ഗിയർ. ക്ലച്ച് സിസ്റ്റത്തിന് മെയിനായിട്ട് 3 പാർട്ടാണുള്ളത്. ഡ്രൈവിംഗ് മെമ്പർ, ഡ്രിവൺ മെമ്പർ, ഓപ്പറേറ്റിംഗ് മെമ്പർ. ഇങ്ങനെ 3 പാർട്ടാണ് ക്ലച്ച് സിസ്റ്റത്തിനുള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ ഡ്രൈവിംഗ് മെമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലൈ വീലാണ്. ഈ ഫ്ലൈ വീലാണ് ക്ലച്ച് സിസ്റ്റത്തിൻ്റെ ഡ്രൈവിംഗ് മെമ്പർ. ഈ ഫ്ലൈ വീല് ക്ലച്ച് കവറുമായിട്ട് ബോൾട്ട് ചെയ്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഈ ക്ലച്ച് കവറിലാണ് ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റ് ഉണ്ടാവുക. ഈ പ്രഷർ പ്ലേറ്റ്, പ്രഷർ സ്പ്രിങ്, റിലീസിങ് ലിവേഴ്സ് എല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത് ക്ലച്ച് കവറിലായിരിക്കും. ഈ ക്ലച്ച് കവർ ഫ്ലൈ വീലുമായിട്ട് ബോൾട്ടഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ എല്ലാ യൂണിറ്റും കൂടെ ഒരു അസംബ്ലി ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഈ എൻറ്റയർ അസംബ്ലി ഫുൾ ടൈം റൊട്ടേറ്റ് ചെയ്യും. അതായത് എൻറ്റയർ ഡ്രൈവ് മെമ്പർ അസംബ്ലി എൻജിൻ സ്പീഡിൽ ഫുൾ ടൈം റൊട്ടേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഡ്രിവൺ മെമ്പർ. ഡ്രിവൺ മെമ്പർ എന്ന് പറയുന്നത് ഒരു ക്ലച്ച് പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ക്ലച്ച് ഡിസ്ക്കാണ്. 2 സൈഡിലും ഫ്രിക്ഷൻ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലച്ച് ഡിസ്ക്കാണ് ഡ്രിവൺ മെമ്പർ എന്ന് പറയുന്നത്. ഇത് ക്ലച്ച് ഷാഫ്റ്റിൻ്റെ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഷാഫ്റ്റിൻ്റെ സ്പ്ലൈൻസിലൂടെ ഫ്രീ ആയിട്ട് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേറ്റാണ്. ഇതാണ് ക്ലച്ച് പ്ലേറ്റ് അല്ലെങ്കിൽ ക്ലച്ച് ഡിസ്ക്. പ്രഷർ പ്ലേറ്റിൻ്റെയും ഫ്ലൈ വീലിൻ്റെയും ഇടയിലാണ് ക്ലച്ച് പ്ലേറ്റ് ഉണ്ടാവുക. ഈ ക്ലച്ച് പ്ലേറ്റിന് ട്രാൻസ്മിഷൻ ഷാഫ്റ്റിൻ്റെ സ്പ്ലൈൻസിലൂടെ ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ് പോസിബിളാണ്. ഇനി ക്ലച്ച് എൻഗേജ് ചെയ്യുമ്പോൾ ഫ്ലൈ വീലിനെയും പ്രഷർ പ്ലേറ്റിനെയും ഗ്രിപ്പ് ചെയ്ത് പിടിക്കുന്നത് ഈ ക്ലച്ച് ഡിസ്ക് അല്ലെങ്കിൽ ക്ലച്ച് പ്ലേറ്റാണ്. ഈ ക്ലച്ച് പ്ലേറ്റ് ഫ്ലൈ വീലിൻ്റെയും പ്രഷർ പ്ലേറ്റിൻ്റെയും ഇടയിൽ ഗ്രിപ്പ് ചെയ്യുമ്പോൾ അത് ഡ്രൈവ് മെമ്പർ അസംബ്ലിയോടൊപ്പം റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ക്ലച്ച് പ്ലേറ്റ് ക്ലച്ച് ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഓട്ടോമൊബൈൽസിൽ പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. തേർഡ് പാർട്ട് ഓപ്പറേറ്റിംഗ് മെമ്പർ. നമുക്കറിയാം നമ്മൾ ക്ലച്ച് എൻഗേജ് ചെയ്യും ഡിസെൻഗേജ് ചെയ്യുന്നത് ഫുഡ് പെഡലോ അല്ലെങ്കിൽ ലിവേഴ്സോ യൂസ് ചെയ്തിട്ടാണ്. ഈ ഫുഡ് പെഡലിനെയും ലിവേഴ്സിനെയൊക്കെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് മെമ്പർ എന്ന് പറയുന്നത്. ക്ലച്ച് എൻഗേജ് ചെയ്യാനും ഡിസെൻഗേജ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഫുഡ് പെഡലിനെ, ലിങ്കേജസിനെ, ലിവേഴ്സിനെയൊക്കെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ക്ലച്ച് സിസ്റ്റത്തിൻ്റെ മെയിൻ കമ്പോണൻസ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലച്ച് സിസ്റ്റത്തിൻ്റെ പാർട്ടല്ലാത്തത് ഓപ്ഷൻ എ സൺ ഗിയർ.